MIയുടെ MI10 എന്നുള്ള 5G ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് MI10 5Gയുടെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. MI10 5G വരുന്നത് 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. E3 AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് ഒരു പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഫോണിൻ്റെ പഞ്ചോൾ വരുന്നത് ഫോണിൻ്റെ മുകൾ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. ഏകദേശം 92.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കും. പിന്നെ 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത് 800 നിറ്റ്സ് ആണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1120 നിറ്റ്സും. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. ഷവോമി അവകാശപ്പെടുന്ന ഒരു കാര്യം, അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഫോണുകളിൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഈ ഫോണിലാണ് വരുന്നത് എന്നാണ്. പിന്നെ ഈ ഫോണിൻ്റെ JNCD, അതായത് ജസ്റ്റ് നോട്ടീസബിൾ കളർ ഡിഫറൻസ് വരുന്നത് 0.55 താഴെ മാത്രമാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ കാണാൻ കഴിയും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ഗ്ലാസ് ബാക്ക് ബോഡിയാണ് ലഭിക്കുന്നത്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ നമുക്ക് 8GB റാമാണ് ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ 2 വെർഷൻസ് വരുന്നുണ്ട്. 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷന് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നില്ല. LPDDR5ൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റാമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണിത്. പിന്നെ UFS 3.0 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ ലിക്വിഡ് കൂളിംഗ് 2.0 എന്നുള്ള ടെക്നോളജി ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 6 ഗ്രാഫൈറ്റ് ലെയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രാഫിൻ സർഫസും വരുന്നുണ്ട്. പിന്നെ ഗെയിമിംഗ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗെയിം ടെർബോ 3.0 എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. X-ആക്സിസ് ലീനിയർ വൈബ്രേഷൻ മോട്ടോറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും, അതായത് വൈബ്രേഷൻ എഫക്റ്റ് ഒക്കെ. പിന്നെ Wi-Fi 6 ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. മൾട്ടി ലിങ്ക് എന്നുള്ള ഒരു ഫീച്ചറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് ഒരേ സമയം ഈ ഫോണിലോട്ട് നമുക്ക് 3 നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു 2.4 GHz Wi-Fi, ഒരു 5 GHz Wi-Fi, പിന്നെ ഒരു 4G അല്ലെങ്കിൽ 5G നെറ്റ്വർക്ക്. Android 10 ബേസ് ചെയ്തിട്ടുള്ള MIUI 11 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ നമുക്ക് 4 ക്യാമറ സെൻസേഴ്സ് ലഭിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ മെയിൻ സെൻസർ വരുന്നത് 108 മെഗാപിക്സലുമായിട്ടാണ്. f1.69 അപ്പേഴ്സറിലാണ് വരുന്നത്. ഇത് സാംസങ്ങിൻ്റെ സെൻസറാണ്. പിന്നെ 7P ലെൻസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ സെൻസറിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ സെൻസറിൻ്റെ സൈസ് വരുന്നത് 1/1.33 ഇഞ്ചാണ്. പിന്നെ രണ്ടാമത് 13 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 123 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ക്യാമറയിൽ കുറേ നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് മോഡ് 2.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ AI 2.0 എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഇതിൽ എക്സ്പോഷർ, കളർ, കോൺട്രാസ്റ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യും. ഈ ഫോണിൻ്റെ ക്യാമറയിൽ നമുക്ക് പ്രോ മോഡ് ലഭിക്കുന്നുണ്ട്. പ്രോ മോഡ് ഫോട്ടോസിനും ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിങ്ങിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ റോ ഫോർമാറ്റിലുള്ള ഇമേജസ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ വീഡിയോയുടെ കാര്യത്തിൽ ലോഗ് ഫോർമാറ്റിലുള്ള വീഡിയോസും റെക്കോർഡ് ചെയ്യാൻ പറ്റും. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൻ്റെ ബാക്ക് ക്യാമറയിൽ 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കളർ ഫോക്കസിംഗ് എന്നുള്ള ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ സഹായിക്കുന്ന പോർട്രേറ്റ് വീഡിയോ എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വ്ളോഗേഴ്സിന് വേണ്ടിയിട്ട് വ്ളോഗ് മോഡ് എന്നുള്ള ഒരു മോഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂട്ട് സ്റ്റഡി എന്നുള്ള ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് OISഉം അതുപോലെ തന്നെ EISഉം കമ്പൈൻ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 20 മെഗാപിക്സലിൻ്റെ f2.3 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഈ ഫോണിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. 2 സ്പീക്കേഴ്സും 1216 സൂപ്പർ ലീനിയർ സ്പീക്കേഴ്സാണ്. പിന്നെ ഈ ഫോണിൽ LHDC ഓഡിയോ കൊഡാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി ലഭിക്കും. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4780 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്.
30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് വയർലെസ് ചാർജർ വെച്ചിട്ട് ഏകദേശം 65 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ നമുക്ക് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാമെന്നാണ്. അതുമാത്രമല്ല ഈ ഫോണിൽ 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 8 GB റാം 128 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 49,999 രൂപയാണ്. പിന്നെ 8 GB റാം 256 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 54,999 രൂപയും. ആമസോൺ വഴിയും അതുപോലെ mi.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ പുറത്ത് MI സ്റ്റോറിലും ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ സെയിൽ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. ഈ ഒരു ഫോണിൻ്റെ പ്രീ ബുക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഫോൺ ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2500 രൂപയുടെ MI വയർലെസ് പവർ ബാങ്ക് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. പിന്നെ HDFCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3000 രൂപയുടെ ക്യാഷ് ബാക്കും ലഭിക്കും. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് Mi10 5G വരുന്നത്. പക്ഷേ ഷവോമിയുടെ ഒരു ഫോണിൻ്റെ വില ആരും 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചൈനയിലെ പോലെ തന്നെ ഈ ഫോൺ 42,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഈ ഒരു ഫോണിനേക്കാളും കൂടുതലായിട്ട് Quad HD റെസൊല്യൂഷനും അതുപോലെ IP റേറ്റിംഗുമായിട്ട് OnePlus 8 Pro എന്നുള്ള ഫോൺ വരുന്നുണ്ട് 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ 42,000 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlus 8 എന്നുള്ള ഫോൺ വരുന്നുണ്ട്. അപ്പോൾ OnePlusൻ്റെ 8 സീരീസിലുള്ള ഫോണുകൾ സെലക്ട് ചെയ്യാതെ എത്ര പേര് Mi10 സെലക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം കണ്ടറിയേണ്ടി വരും. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ഫോൺ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Mi10 സെലക്ട് ചെയ്യോ അതല്ല OnePlusൻ്റെ 8 സീരീസിൽ വരുന്ന ഫോണുകൾ സെലക്ട് ചെയ്യോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.